വാട്സപ്പ് മക്കളെ, ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഒരു ദിവസവും ഇവിടുത്തെ പൂച്ചേരെ പേടിയും അതാണ് ഇന്നത്തെ ദിവസം കാണാൻ പോകുന്നത്. ഈ ഇരിക്കുന്ന വ്യക്തിത്വം എന്ന് വെച്ചാൽ ഇരിപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്, ഭയങ്കര പേടിയാണ്. അപ്പോൾ ബൈ ദ ബൈ നമ്മളെ ഫസ്റ്റ് കമൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം രാവിലെ ഞാൻ എന്ത് കഴിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. ഇന്നത്തെ രാവിലത്തെ എൻ്റെ ഫുഡ് പുട്ടും മീൻകറിയായിരുന്നു. അതെനിക്ക് ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു പ്രകൃതി രമണീയതയിൽ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. ആർക്കൊക്കെ പുട്ടും മീൻകറി ഇഷ്ടമുണ്ട് എന്നുള്ളൊരു കമൻറ്റ് ചെയ്യും. അത് മാത്രമല്ല എൻ്റെ ഈ സെറ്റപ്പിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യും ഗൈസ്. അങ്ങനെ രാവിലത്തെ ഫുഡ് അടിയും കഴിഞ്ഞാൽ വീട്ടിന് വെളിയിലോട്ട് ഇറങ്ങി ഗൈസ് ഫിലിം മേക്കിംഗ് പഠിക്കാനായിട്ട്. എൻ്റെ ഫിലിം മേക്കിംഗ് രീതിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പഴയൊരു ടെക്നിക്കാണ്, അൽഫോൺ പുത്രൊക്കെ ഉപയോഗിച്ചതാണ്. അത് ഞാൻ ഈ കട കൊടുത്തു, അത്രേ ഉള്ളൂ. Butterflies mentally mental. So is love. ഇതെല്ലാം കഴിഞ്ഞായിരുന്നു ഇന്നത്തെ പ്രധാന സംഭവം, പൂച്ചയും വേറൊരു പൂച്ചയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞ് നമ്മൾ ആശാനാണെങ്കിൽ പേടിച്ച് വീട്ടിനകത്ത് കയറിയിരുന്ന അവനെ തേടിയുള്ള തെരച്ചിലാണ് നിങ്ങളെ കാണുന്നത്. അവസാനം ഈ ജനലിൻ്റെ ഇടയിൽ നിന്ന് കർട്ടൻ്റെ ഇടയിൽ നിന്നാണ് പാവത്തിനെ കിട്ടിയത്. നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവപരമായ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റൊക്കെ എടുത്ത് പിന്നെ മൂടങ്ങ് പോയത്. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. എൻ്റെ ഇരുത്തം കണ്ടുകഴിഞ്ഞിടയിൽ പത്രം വായിക്കുന്നതെന്ന് വിചാരിക്കണ്ട. ഇവിടെ ഇരുന്നാണ് ഞാൻ ഫോൺ നോക്കുന്നത്. ഇപ്പോൾ ഫോൺ വീഡിയോ എടുക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പത്രം എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ലഞ്ച് ടൈം ആയിരുന്നു ഗൈസ്. ചോറും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെയും എൻ്റെ ആ പഴയ സ്ഥലത്ത് തന്നെയാണ്. എന്താണെന്ന് അറിയണ്ട, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിലായിരുന്നു ഗൈസ് മഴ പെയ്തത്. അപ്പോൾ അത് എക്സ്ട്രാ ബോണസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി അതും കഴിക്കുന്നത്തെ ദിവസം അങ്ങ് വൈകിട്ട് ഗൈസ്.